ടീം ഇന്ത്യ ഫെബ്രുവരിയിൽ നടക്കുന്ന T20 ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചിട്ടും ജനുവരിയിൽ നടക്കുന്ന ന്യൂസിലാൻഡിനെതിരായ പര്യടനത്തിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചിരുന്നില്ല. T20 ലോകകപ്പിനുള്ള അതേ സ്ക്വാഡിനെ തന്നെ നിലനിർത്താനാകും ഇന്ത്യയുടെ ശ്രമമെന്ന് കരുതാം. ന്യൂസിലാൻഡ് ടീമിനെ പ്രഖ്യാപിച്ചിട്ടും ഇന്ത്യ ക്ഷമയോടെ കാത്തിരിക്കുന്നത് എന്തിനാണെന്ന സംശയം ആരാധകർക്കിടയിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട താരങ്ങളെ ഒഴിവാക്കിയാണ് ന്യൂസിലാൻഡ് ടീമിനെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അടുത്ത നീക്കം എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. ലോക കിരീടം ആവർത്തിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. അതേസമയം ലോകകപ്പിന് തൊട്ടു മുൻപായി വരുന്ന ന്യൂസിലൻഡിനെതിരായ പോരാട്ടവും ഇന്ത്യ ചെറുതായി കാണുന്നില്ല. ഇന്ത്യക്കെതിരെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ടീം കൂടിയാണ് ന്യൂസിലൻഡ്. 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയും 5 T20 മത്സരങ്ങളുമാണ് ഇന്ത്യ ന്യൂസിലാൻഡിനെതിരെ കളിക്കുക. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായി നടന്ന ഏകദിന പരമ്പരയിൽ 2-1 നേടിയ വിജയത്തിന് ശേഷമാണ് ടീം ഇന്ത്യ ഏകദിനത്തിന് എത്തുന്നത്. അടുത്തിടെ നടന്ന ഏകദിന T20 പരമ്പരകളിൽ വിൻഡീസിനെ സ്വന്തം നാട്ടിൽ പരാജയപ്പെടുത്തിയാണ് ന്യൂസിലൻഡ് എത്തുന്നത്. ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന 2026 T20 ലോകകപ്പിന് മുന്നോടിയായുള്ള ഈ പര്യടനത്തിൽ 5 T20 മത്സരങ്ങൾ ഉണ്ട് എന്നതിനാൽ തന്നെ ഈ ഷെഡ്യൂൾ ഇരു ടീമുകൾക്കും നിർണായകം തന്നെയാകും. അതേസമയം ന്യൂസിലൻഡിനെതിരായ ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യ സീനിയർ കളിക്കാരായ ഹർദിക് പാണ്ഡ്യയെയും ജസ്പ്രീത് ബുംറയെയും ഒഴിവാക്കാനാണ് പദ്ധതിയിടുന്നതെന്നാണ് വിവരം. അതിന് പിന്നിൽ ചില പ്രധാന കാരണങ്ങളും ഉണ്ട്. ന്യൂസിലൻഡ് അവരുടെ പൂർണ്ണ ശക്തിയുള്ള ടീമിനെയല്ല ഇന്ത്യക്കെതിരെ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ തുടങ്ങിയ ചില പ്രധാന കളിക്കാർക്ക് വിശ്രമം അനുവദിക്കാൻ ഇന്ത്യയും തയ്യാറാകും. അന്താരാഷ്ട്ര തലത്തിൽ യുവതാരങ്ങൾക്കും ഭാവി താരങ്ങൾക്കും അവസരം നൽകാനും അവരെ പരീക്ഷിക്കാനും ഇത് അനുയോജ്യമായ സമയമായി കണക്കാക്കും ഇന്ത്യ. T20 ലോകകപ്പിന് ഹർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും ഫിറ്റ്നസ് നിലനിർത്തേണ്ടത് പ്രധാനമാണ് ഇന്ത്യക്ക്. ന്യൂസിലൻഡ് പരമ്പരയ്ക്ക് തൊട്ടു പിന്നാലെ ഫെബ്രുവരിയിൽ ലോകകപ്പ് ആരംഭിക്കും. ഈ ടൂർണമെന്റിന് മുൻപ് തന്നെ ഇന്ത്യ കിവീസിനെതിരെ ആകെ 8 മത്സരങ്ങളാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ T20 ലോകകപ്പിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട 2 കളിക്കാരായ ബുംറ, പാണ്ഡ്യ എന്നിവർ ഫിറ്റ്നസ് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസിലൻഡ് പൂർണ്ണശേഷിയുള്ള ഏകദിന ടീമിനെ ഇറക്കാത്തതിനാൽ ഇന്ത്യക്ക് ഈ 2 പേർക്കും വിശ്രമം നൽകാൻ കഴിയും. ആദ്യം ഏകദിന മത്സരങ്ങളും തുടർന്ന് 5 T20 മത്സരങ്ങളുമാണ് കളിക്കുക ഇന്ത്യ. അതുകൊണ്ട് തന്നെ അവസാന നിമിഷത്തെ പരിക്കുകളും ഫിറ്റ്നസ് പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പാണ്ഡ്യയെയും ബുംറയെയും 8 മത്സരങ്ങളിലും കളിപ്പിക്കരുത് എന്നാണ് ഇന്ത്യയുടെ പ്ലാൻ. 2025 ഏഷ്യ കപ്പിന്റെ അവസാന ഘട്ടങ്ങളിലുണ്ടായ പരിക്കിൽ നിന്ന് ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ തിരിച്ചെത്തിയതേയുള്ളൂ. അതിന് പിന്നാലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന മത്സരങ്ങളിൽ പാണ്ഡ്യയ്ക്ക് വിശ്രമവും നൽകി. പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത ശേഷം മാത്രമാണ് T20 മത്സരങ്ങളിൽ തിരിച്ചെത്തിയത്. പുറംവേദനയെ തുടർന്ന് 2025 ചാമ്പ്യൻസ് ട്രോഫി ജസ്പ്രീത് ബുംറയ്ക്ക് നഷ്ടമായിരുന്നു.